പേടിച്ചു, ഒക്കെ പേടിച്ചു. ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും ഇങ്ങനെ ബേജാറായിരിക്കുക. ഞാൻ ആളുകളെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങനെ അടുത്തേക്ക് ഇങ്ങോട്ട് നീങ്ങിച്ചെന്നു. ഇതെന്താ ഗൗരവാണെന്നത്. അപ്പോൾ ഹബീബോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ യൗമൈദിൻ ബിജഹന്നം യൗമൈദിൻ യതസക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു الذിക്റാ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ഉറക്കെ എന്റെ കൂടെ ആ ഒച്ച ഒന്നും പോരാ, ആ ശബ്ദം ഒന്നും പോരാ. ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വലാത്തുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആ ആയത്താണെന്ന് ഇറങ്ങിയത്. കല്ലാ, വേണ്ട മനുഷ്യ. ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, ഇടിച്ചുടച്ച് ഭൂമിയെ ധൂളിയാക്കി മാറ്റിയാൽ റബ്ബുക, റബ്ബിന്റെ കൽപ്പന വരികയും വൽ മലകു സഫൻ സഫാ, കാര്യങ്ങളൊക്കെ പിന്നെ നടപ്പിലാക്കാൻ വേണ്ടി അണിയണിയായി മലക്കുകൾ നിലകൊള്ളുകയും ചെയ്താൽ അല്ലാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. യൗമൈദിൻ ബിജഹന്നം. ആ ആയത്തോടിയപ്പോ ഹബീബായ റസൂലുള്ളാഹി വളരെ പേടിച്ചതായി കാണപ്പെട്ടു. ആ നേരത്താണ് നരകത്തെ കൊണ്ടുവരിക, ആ നേരത്ത് നരകത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഞാനും പേടിച്ചു. വേഗം റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് നീങ്ങി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് നീങ്ങിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, വമാ വകൈഫ യുജാഉ ബിഹാ യാ റസൂലല്ലാഹ്. ആ നേരത്തേക്ക് അല്ലാഹു തആല നരകത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നബി എങ്ങനെ നരകത്തെ കൊണ്ടുവരും? അപ്പോൾ ഹബീബ് പറഞ്ഞു, ലഹാ സബഉന അൽഫ സിമാമിൻ മഅ കുല്ലി സിമാമിൻ സബഉന അൽഫ മലക്കിൻ. അതിന് 70,000 കടിഞ്ഞാറുണ്ടാവും. ഓരോ കടിഞ്ഞാറിലും 70,000 മലക്കുകളും പിടിക്കും. അതാണ് മഹ്ശർ. എല്ലാവരും നിൽക്കുമ്പോൾ നരകം കൊണ്ടുവരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇതിന് 70,000 കടിഞ്ഞാറുണ്ട്.